ഹരേ കൃഷ്ണ. നമ്മൾ 29 വരെ വായിച്ചല്ലോ അല്ലെ? ഇന്നലെ ഡിസ്കസും ചെയ്തു. അതെ. അപ്പോ മുന്നോട്ട് പോകാന്നാണ് തോന്നുന്നത്. ഈ 523 പേജിനൊരു പ്രത്യേകത ഉണ്ട്. ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ? അത് പേജിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. മറ്റൊരു കാര്യമാണ്, 523 പേജ് ആയ സമയത്ത് ഒരു നാഴികക്കല്ല് നമ്മൾ കടന്നു. ഈ ഇത്ര പേജുകളുടെ വായനയായിരിക്കും അല്ലേ? എത്രയായി എന്നൊന്ന് ഊഹിക്കാമോ? പേജസ് നമുക്ക് കൗണ്ട് പറയാറുണ്ട്. അല്ല, ഏകദേശം ജസ്റ്റ് ഒരു ഗസ് എന്തെങ്കിലും എന്തായിരിക്കും? ഉദ്ദേശം 1500. 1500. ഓക്കെ. ഹരേ കൃഷ്ണ. ചൈതന്യ മഹാപ്രഭു അവതരിച്ച് 500 വർഷം മുമ്പായിരിക്കും. ഓ ശരി. എന്നല്ല, എന്തായാലും വേറെന്തെങ്കിലും ക്വസ്റ്റ്യൻ മനസ്സിലായില്ല ബ്രോ. അതായത് നമ്മൾ 523 പേജ് നമ്മൾ വായിച്ചു തീർന്നപ്പോ ഒരു നാഴികക്കല്ല് കടന്നു. നരോത്തം പ്രഭു പറഞ്ഞു 1500 പേജുകൾ വായിച്ചു. ഏകദേശം കറക്റ്റ് ആണ്. 1500 കുറച്ച് കൂടുതൽ പേജുകൾ വായിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ പറയാം, നമ്മുടെ ചൈതന്യ ചരിതാമൃതത്തിന്റെ ടോട്ടൽ പേജുകളുടെ എണ്ണം ഹരേ കൃഷ്ണ 200 ദിവസമായോ എന്ന് ചോദിച്ചത്. 200 ആയില്ലല്ലോ. നമ്മൾ എത്ര 100 ഇല്ല, കണക്ക് അവിടെ ഉണ്ടല്ലോ, 160. നമ്മളൊരു 1400 ചില്ലാൻ പേജ് വായിച്ചത് പ്രഭു ഇട്ടുണ്ടായിരുന്നു ഒരു മിഡ് ഡിസംബറിൽ. അപ്പൊ തന്നെ 1500 അടുക്കെ ആയിരുന്നു. ഇതിപ്പോ വേറൊന്നുമില്ല. നമ്മള് ചൈതന്യ ചരിതാമൃതത്തിന്റെ മൊത്തം പേജ് കണക്ക് എടുക്കുകയാണെങ്കിൽ നമ്മള് കൃത്യം 20% പിന്നിട്ടിരിക്കുന്നു. ഓ ഹരി ബോൾ, ഹരേ കൃഷ്ണ. 5-ൽ 1 ഭാഗം കഴിഞ്ഞു. ഹരി ഹരി, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ചൈതന്യ ചരിതാമൃതം 20% കടന്നു. വലിയ ഭാഗ്യമാണ്. അതിന് ബാക്കി 80% ഉണ്ട്. പിന്നെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചൈതന്യ ചരിതാമൃതം, അതും സങ്കീർത്തനമായിട്ട് വായിച്ചു അല്ലേ? നമുക്ക് വീട്ടിലിരുന്ന് വായിക്കുന്ന ഒരു വിധം, പക്ഷെ ചൈതന്യ ചരിതാമൃതം മനസ്സിലാക്കേണ്ടതിന്റെ വിധം എന്ന് പറയുന്നത് സങ്കീർത്തനമായിട്ടാണ്. എല്ലാ ഭക്തന്മാരും ചേർന്നിരുന്ന് ചർച്ച ചെയ്യുക, വായിക്കുക, സംശയങ്ങൾ ചോദിക്കുക, സാക്ഷാത്കാരങ്ങൾ പങ്കിടുക. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വലിയൊരു ഭാഗ്യം. വൃത്തങ്ങളൊക്കെ നോക്കി വായിച്ചു. വൃത്തങ്ങളൊക്കെ നോക്കി വായിക്കുക. അതെ, ഇങ്ങനെ പല കാര്യങ്ങളും. പിന്നെ തുടർന്ന് വായിക്കാം. വായിക്കട്ടെ പ്രഭു? രാജേഷ് കൺട്രോളർ വായിക്കട്ടെ. ശ്ലോകം 30. വായിച്ചോളൂ. ഒരു ശ്ലോകം, ചെറിയ ശ്ലോകമാണെങ്കിൽ 1-2 ശ്ലോകം. അപ്പൊ എല്ലാവരും മാറി മാറി വായിക്കാം. അപ്പൊ 2 വായിച്ചിട്ട് നിർത്തുക. അപ്പൊ അടുത്ത ആള് റെഡി ആവുക. അപ്പൊ തന്നെ. ശ്ലോകം 30. ചൈതന്യ ചരിതാമൃത മഹാപ്രഭുവിന്റെ ബാല്യലീലകൾ. അന്തേരെ വിസ്മിത ശചി ബലിലതഹാരേ മാടി ഖായിദേ ജ്ഞാനയോഗ കേശിഖാലെ തോരേ. വിവർത്തനം. കുട്ടി മായാവത സിദ്ധാന്തം പറയുന്നത് കേട്ട് അമ്പരന്ന് സച്ചിദേവി മറുപടി പറഞ്ഞു, മണ്ണ് ഭക്ഷിക്കുന്നതിനെ ന്യായീകരിക്കുന്ന ഈ ജ്ഞാനയോഗം നിന്നെ ആര് പഠിപ്പിച്ചു? ഭാവാർത്ഥം ജസ്ല പ്രഭുപാദ് ഗീതേ. മാതാവും പുത്രനും തമ്മിലുണ്ടായ ഈ സംവാദത്തിൽ അവ്യക്തിഗതവാദികൾ പറയുന്നത് പോലെ എല്ലാം ഒന്നാണെന്നും പുത്രൻ പറഞ്ഞപ്പോൾ മാതാവ് മറുപടിയായി ഇങ്ങനെ ചോദിച്ചു, എല്ലാം ഏകമാണെങ്കിൽ ജനങ്ങൾ എന്തുകൊണ്ടാണ് മണ്ണ് ഭക്ഷിക്കാത്തതും മണ്ണിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ധാന്യങ്ങൾ ഭക്ഷിക്കുന്നതും? ശ്ലോകം 31. മാടിദേവി കാര അന്ന ഖായിലേ ദേഹ പുഷ്ടിഹയ
മാടി ഖായിലേ രോഗായ ദേഹയായ ക്ഷയ. വിവർത്തനം. കുട്ടിയായ തത്വജ്ഞാനിയുടെ ആശയത്തിന് മറുപടിയായി സച്ചിദേവി പറഞ്ഞു, ധാന്യങ്ങളായി രൂപാന്തരം പ്രാപിച്ച മണ്ണ് ഭക്ഷിക്കുന്നതിലൂടെ ശരീരം പുഷ്ടിപ്പെടുന്നു. പക്ഷേ നമ്മൾ മണ്ണ് അതിന്റെ സംസ്കൃതാവസ്ഥയിൽ ഭക്ഷിക്കുന്ന പക്ഷം ശരീരം പുഷ്ടി പ്രാപിക്കുന്നതിന് പകരം രോഗാതുരമാവുകയും നശിച്ചു പോവുകയും ചെയ്യുന്നു. ശ്ലോകം 32. അസംസ്കൃതാവസ്ഥയല്ലേ? അസംസ്കൃതം. അതിന്റെ അസംസ്കൃതാവസ്ഥ. അതെ, അതിന്റെ അസംസ്കൃതാവസ്ഥയിൽ ഭക്ഷിക്കുന്ന പക്ഷം ശരീരം പുഷ്ടി പ്രാപിക്കുന്നതിന് പകരം രോഗാതുരമാവുകയും നശിച്ചു പോവുകയും ചെയ്യും. ശ്ലോകം 32. മാടി വികാര ഖടേ പാനി ഭരി ഹാനി മാടി ഭിണ്ടേ ധരിയഭേ ശോഷിയായ പാനി. വിവർത്തനം. മണ്ണിന്റെ രൂപാന്തരമായ ഒരു മൺകുടത്തിൽ എനിക്ക് നിഷ്പ്രയാസം ജലമെടുക്കാൻ കഴിയും. പക്ഷേ ഒരു മൺകൂനയിൽ ജലമൊഴിക്കുന്നത് പക്ഷം അത് ഉതിർന്നു പോവുകയേ ഉള്ളൂ. ഭാവാർത്ഥം പ്രഭുപാദ്. ഒരു സ്ത്രീയാണെങ്കിൽ പോലും ശചിമാതാവ് പ്രതിപാദിക്കുന്ന ഈ തത്വശാസ്ത്രത്തിലെ ഏകത്വത്തെ കുറിച്ച് ഊഹാഭോഹങ്ങൾ നടത്തുന്ന മായാവതി തത്വശാസ്ത്രജ്ഞരെ തോൽപ്പിക്കാൻ കഴിയും. പ്രായോഗികമായി പ്രയോജനപ്രദമായ വൈവിധ്യത്തെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് മായാവത തത്വശാസ്ത്രത്തിന്റെ ന്യൂനത. ഒരു മൺകുടവും മൺകൂനയും അടിസ്ഥാനപരമായി മണ്ണ് തന്നെയാണെങ്കിലും ജലമെടുക്കുക എന്ന പ്രായോഗിക ആവശ്യത്തിന് മൺകുടം പ്രയോജനപ്രദവും മൺകൂന പ്രയോജനരഹിതവുമാണെന്ന് ഉദാഹരണം ശചിമാതാവ് നൽകി. ദ്രവ്യവും ആത്മാവും ഒന്ന് തന്നെയാണെന്ന് ശാസ്ത്രജ്ഞന്മാർ ചിലപ്പോൾ വാദിക്കുന്നു. വാസ്തവത്തിൽ ഉന്നത തലത്തിൽ ചിന്തിച്ചാൽ പദാർത്ഥവും ആത്മാവും തമ്മിൽ വ്യത്യാസമില്ല. പക്ഷേ പദാർത്ഥം അസ്തിത്വത്തിന്റെ ഒരു അധമ അവസ്ഥ ആയതിനാൽ നമ്മുടെ ആത്മീയവും ആനന്ദകരവുമായ ജീവിതത്തിന് ഉപയോഗപ്രദമല്ലെന്നും അതേസമയം ആത്മാവ് സൂക്ഷ്മതലത്തിലായതിനാൽ ആനന്ദപൂർണമാണെന്നും ഉള്ള പ്രായോഗികമായ അറിവ് ഒരുവന് ഉണ്ടായിരിക്കണം. ഇത് സംബന്ധിച്ച് മണ്ണും അഗ്നിയും ഒന്നാണെന്ന ഉദാഹരണം ഭാഗവതം നൽകുന്നു. മണ്ണിൽ നിന്ന് മരങ്ങൾ വളരുന്നു, അവയുടെ വിറകിൽ നിന്ന് തീയും പുകയും വരുന്നു. എന്നിരുന്നാലും താപത്തിനായി നമുക്ക് അഗ്നിയെ മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. മണ്ണിനെയോ പുകയെയോ അല്ലെങ്കിൽ വിറകിനെയോ ഉപയോഗിക്കാൻ സാധിക്കില്ല. ആയതിനാൽ ജീവിത ലക്ഷ്യത്തിന്റെ ആത്യന്തിക ലക്ഷ്യ സാക്ഷാത്കാരത്തിന് നാം അഗ്നിതുല്യമായ ആത്മാവിനെ കാര്യമായി എടുക്കണം, ദ്രവ്യതുല്യമായ മണ്ണിനെ അല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഈ ശ്ലോകം ആർക്കെങ്കിലും അറിയാമോ? ഭാഗവതം ശ്ലോകം പറയുന്നു, മണ്ണും അഗ്നിയും ഒന്നാണെന്നതും മണ്ണിൽ നിന്ന് മരങ്ങൾ വളരുന്നു, അവയുടെ വിറകിൽ നിന്ന് തീയും പുകയും വരുന്നു. വളരെ വളരെ ഇമ്പോർട്ടന്റ് ശ്ലോകമാണ്. ഇവിടെ ശ്ലോകം കണ്ടിട്ടുണ്ട്, ഓർക്കണില്ല. പ്രഭുപാദ് പലതവണ ആ ശ്ലോകം ഉദ്ധരിച്ചിട്ടുണ്ട്. മായാവാദത്തിനെതിരായിട്ട് ഭാഗവതത്തിൽ ശ്ലോകമാണ്. 1-ാമത്തെ സ്കന്ധത്തിലാണ്. അതൊന്നുമില്ല. 1:2:24 പാർത്ഥിവാദ് ദാരുണോ ധൂമസ്തസ്മാദഗ്നിസ്ത്രയീമയഃ തമസസ്തു രജസ്തസ്മാത് സത്വം യത് ബ്രഹ്മദർശനം. ഐ തിങ്ക് 1. ശ്ലോക നമ്പർ ഒന്നുകൂടി എന്ന് പറയുമ്പോ പ്രഭു? ഹരേ കൃഷ്ണ. 1:2:24 അത് തന്നെയാ പ്രഭു. പാർത്ഥിവാദാരുണോ ധൂമസ്തസ്മാത് അഗ്നിസ്ത്രയീമയഃ തമസ്തസ്തു രജസ്തസ്മാൽ സത്വം യൽ ബ്രഹ്മദർശനം. അതിന്റെ ഭാവം ഒന്ന് വായിക്കാമോ? വിവർത്തനവും ഭാവാർത്ഥവും മലയാളം ഉണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. വിവർത്തനം വായിക്കണോ പ്രഭു? വായിച്ചോളൂ, കുഴപ്പമില്ല.
ഓക്കെ, ഞാൻ വായിക്കാം. വിവർത്തനം ബൈ ശ്രീല പ്രഭാത്, ജയ് ശ്രീല പ്രഭാത്. പൃഥ്വിയുടെ തന്നെ ഒരു രൂപാന്തരീകരണമാണ് വിറക്. എന്നാൽ പുക അസംസ്കൃത തടിയേക്കാൾ മെച്ചപ്പെട്ടതാണ്. പക്ഷേ അഗ്നി അധികം മേന്മയുള്ളതാകുന്നു. അഗ്നി മുഖേന വേദങ്ങൾ അനുശാസിക്കുന്ന യാഗങ്ങളിലൂടെ നാം പരമജ്ഞാന നേട്ടം പ്രാപ്തമാക്കുന്നു. അതേപോലെ രജോ ഗുണം തമോ ഗുണത്തേക്കാൾ മെച്ചപ്പെട്ടതാണെങ്കിലും സത്വഗുണം അതീവ മേന്മയുള്ളതാകുന്നു. എന്തെന്നാൽ സത്വഗുണത്തിൽ ഒരാൾ നിരപേക്ഷ സത്യ സാക്ഷാത്കാരം സാധ്യമാക്കി തീർക്കുന്നു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം വേണോ പ്രഭു? ഉം, കുഴപ്പമില്ല ബ്രോ, വേണമെന്നില്ല. ഹരേ കൃഷ്ണ. ഇതൊരു പ്രധാന ശ്ലോകമാണ്. അതായത് ഒരു രീതിയിൽ നോക്കിയാൽ നമുക്ക് പറയാം എല്ലാം ഒന്നാണെന്നുള്ളൊരു പറയുന്നതിൽ ഒരു വശം, ഒരു സത്യമുണ്ട് അല്ലെ? കാര്യം എല്ലാം ഭഗവാന്റെ ശക്തികളാണ്. എല്ലാം ഭഗവാൻ എന്ന് പറയുന്ന പരമ ദിവ്യോത്തമ പുരുഷൻ പരമസത്യത്തിൽ നിന്ന് തന്നെയാണ്, അബ്സല്യൂട്ട് ട്രൂത്തിൽ നിന്ന് തന്നെയാണ് ബാക്കിയെല്ലാം വന്നിരിക്കുന്നത് അല്ലെ? ഈവൻ എന്താണ്, നമ്മൾ 7-ാമത്തെ അധ്യായത്തിന്റെ ഒരു ഇത് നോക്കിയാൽ, ചൈതന്യ ചരിതാമൃത 7-ാമത്തെ അധ്യായം തന്നെ 5 ഫോംസ് എന്താണ് ഓഫ് ദി ലോർഡ്, ചൈതന്യ മഹാപ്രഭു 5 ഭാവങ്ങളിൽ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അതായത് ഭഗവാന്റെ തന്നെ വിസ്തരണങ്ങളാണ്, സ്വാംശമായിട്ടും വിഭിന്നാംശമായിട്ടും ഒക്കെ. അപ്പൊ അങ്ങനെ നോക്കുന്ന ആ ഒരു തലത്തിൽ നോക്കുന്ന സമയത്ത് പ്രഭുപാദ് ഇവിടെ പറയുന്നത് പോലെ ഒരു സെന്റൻസ് പ്രഭുപാദ് എഴുതുന്നുണ്ട്. വാസ്തവത്തിൽ ഉന്നത തലത്തിൽ ചിന്തിച്ചാൽ പദാർത്ഥവും ആത്മാവും തമ്മിൽ വ്യത്യാസമില്ല. എല്ലാം ഭഗവാന്റെ ശക്തികളാണ് അല്ലെ? അന്തരംഗ ശക്തി, തടസ്ഥ ശക്തി, ബഹിരംഗ ശക്തി, അങ്ങനെ 3 നമ്മൾ ശക്തികളെ കുറിച്ച് പറയുന്നു. അന്തരംഗ ശക്തി എന്ന് പറയുന്നത് ആധ്യാത്മിക ശക്തിയാണ്. തടസ്ഥ ശക്തി, ബഹിരംഗ ശക്തി എന്ന് പറയുന്നത് ഭൗതിക ശക്തിയാണ്. തടസ്ഥ ശക്തി എന്ന് പറയുന്നത് ഭൗതിക ശക്തിയിൽ പെട്ട് കിടക്കുന്ന ആത്മീയ ശക്തിയാണ് ഇല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് 3 ശക്തികളെ കുറിച്ച് പറയാം. പക്ഷെ അൾട്ടിമേറ്റ്ലി ആ ശക്തികളൊക്കെ ഭഗവാന്റെ ശക്തികളാണ്. പ്രഭുപാദ് മറ്റൊരു ഉദാഹരണം പറയുന്നുണ്ടല്ലോ, ഒരു എഞ്ചിനീയറിന്റെ ഉദാഹരണം പറയുന്നുണ്ട്. അവരെ സംബന്ധിച്ച് എന്താണ്, ഒരു വൈദ്യുതി, ഇലക്ട്രിക്കൽ എഞ്ചിനീയറെ സംബന്ധിച്ച്, വൈദ്യുതിയെ വെച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു എഞ്ചിനീയറെ സംബന്ധിച്ച് ആ വൈദ്യുതി വെച്ച് നമുക്ക് ചൂടാക്കാനും സാധിക്കും, തണുപ്പിക്കാനും സാധിക്കും ഇല്ലേ? അതായത് ആ വൈദ്യുതി വന്നിട്ട് ഒരു അയൺ ബോക്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഹോട്ട് പ്ലേറ്റ് ഉണ്ട്, നമുക്ക് ചൂടാക്കാൻ വേണ്ടി. നമുക്ക് എന്തായാലും പറയാ, ഹോട്ട് പ്ലേറ്റ് അല്ലേ? അത് വെച്ച് നമുക്ക് ഹോട്ട് പ്ലേറ്റ്, ഇലക്ട്രിക്, നമുക്ക് സ്റ്റൗ പോലെ നമുക്കത് ചൂടാക്കി എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അയൺ മെഷീൻ വെച്ചിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാൻ സാധിക്കും. പക്ഷേ അതേ വൈദ്യുതി മറ്റൊരു ക്രമീകരണത്തിലൂടെ ഇടുന്ന സമയത്ത് ഫ്രിഡ്ജായിട്ട് മാറുമ്പോൾ തണുപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു എഞ്ചിനീയറെ സംബന്ധിച്ച് ആ വ്യത്യാസങ്ങളില്ല. അത് എല്ലാം ഇലക്ട്രിക്കൽ എനർജിയാ, വൈദ്യുത ശക്തിയുടെ തന്നെ പല രീതിയിലുള്ള എങ്ങനെ പറയാ, ശക്തിയുടെ പല രീതിയിലുള്ള പ്രകടനങ്ങളാണ്. അപ്പൊ ആ ഒരു തലത്തിൽ നോക്കുമ്പോൾ ഒരു അഭേദം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, വ്യത്യാസമില്ലായ്മയുണ്ട്. പക്ഷെ അവിടെ വെച്ച് നിർത്തിപ്പോകുന്നതാണ് മായാവാദികളുടെ അബദ്ധം എന്ന് പറയുന്നു. പ്രഭുപാദ് കഴിഞ്ഞ പേജിൽ 525 നോക്കിയാൽ പ്രായോഗികമായി പ്രയോജനപ്രദമായ വൈവിധ്യത്തെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് മായാവാദ തത്വശാസ്ത്രത്തിന്റെ ന്യൂനത. ഇവിടെ പറയുന്ന പോലെ മൺകുടവും മൺപൂനയും രണ്ടും മണ്ണാണ്, പക്ഷെ രണ്ടും ഒന്നാണെന്ന് പറയാം ഒരു വിധത്തില്. പക്ഷെ എല്ലാ രീതിയിലും രണ്ടും ഒന്നല്ല. അതില് ഭഗവാന്റെ എന്താ പറയാ, മഹത്തത്വം എന്ന് പറയുന്ന ആ ഭൗതിക ശക്തി അത് മണ്ണായിട്ട് വരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഫൈൻ. അത് മൺകുടവും മണ്ണാണ്, മൺകൂനയും മണ്ണാണ്. അതേസമയം അവിടെ ഭഗവാന്റെ മറ്റു ശക്തികളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ രൂപത്തിന്റെ ശക്തിയുണ്ട്, ഡിസൈൻ എനർജി ഉണ്ട് ഭഗവാന്റെ. അങ്ങനെ നോക്കുമ്പോൾ ഒരു മൺകൂനയ്ക്ക് ഒരു പ്രത്യേക രൂപമാണ്, അതേസമയം ഒരു മൺപാത്രത്തിന് അതിൻ്റെതായ ഒരു രൂപമുണ്ട്. അപ്പൊ ആ രൂപങ്ങളും ഭഗവാന്റെ ശക്തികളാണ് അല്ലേ? അതായത് ബ്രഹ്മാവിന്
മഹത്തത്വം എടുത്തു കൊടുത്തു. ഈ റോ മെറ്റീരിയൽ, എന്താ ഇനി പറയുക, അസംസ്കൃത വസ്തുവായിട്ടുള്ള മഹത്തത്വത്തിന് എടുത്തു കൊടുത്തു. പക്ഷെ ബ്രഹ്മാവ് അതിൽ നിന്ന് പല രീതിയിൽ സൃഷ്ടികൾ നടത്തുന്നു, ഇല്ലേ? 84 ലക്ഷം ജീവരാശികളെ ആ രൂപങ്ങളൊക്കെ സൃഷ്ടിക്കുന്നു. പിന്നെ ബ്രഹ്മാണ്ടങ്ങള്, എന്താ ഇനി പറയുക, ഒരു ബ്രഹ്മാണ്ടത്തിനകത്തുള്ള ബാക്കി സൃഷ്ടിയൊക്കെ ബ്രഹ്മാവ് നടത്തുന്നു. അപ്പൊ ഇങ്ങനെ പല രീതിയിലും ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നുണ്ട്. പക്ഷെ ആ സൃഷ്ടിക്കുള്ള റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തു ബ്രഹ്മാവിന് നൽകപ്പെടുന്നു, ഭഗവാൻ അതിനെ നൽകുന്നു. പക്ഷെ അസംസ്കൃത വസ്തു മാത്രമല്ല നൽകുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ കുറച്ച് ഇഷ്ടികയും സിമന്റും കമ്പിയും ഒക്കെ നമ്മൾ കൊണ്ടുവന്ന് വണ്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കി. അത് കെട്ടിടമാണോ എന്ന് ചോദിച്ചാൽ കെട്ടിടമല്ലെന്ന് പറയാൻ പറ്റില്ല, അല്ലെ? കാര്യം അതിനു വേണ്ടുന്ന ഘടക പദാർത്ഥങ്ങളാണ് തടിയും സിമന്റും ഇഷ്ടികയും കോൺക്രീറ്റും അല്ലെങ്കിൽ കല്ലും മണ്ണും കമ്പിയും ഒക്കെ കൊണ്ടിറക്കിയിട്ടുണ്ട്. പക്ഷെ അത് ബിൽഡിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ എന്നാലും അതിന്റെ കൂടെ എന്തും കൂടി വേണം ബിൽഡിംഗ് ആക്കാൻ. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, പ്ലാൻ അതെ, എലിവേഷൻ. അതിനൊരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ് വേണം, ഒന്നാമത്തെ കാര്യം. പിന്നെ അത് കൂടാതെ വേറെന്തും കൂടി വേണം. ലേബർ വേണം. ലേബർ, ഓക്കെ, ലേബർ വേണം. പിന്നെ അത് കൂടാതെ ലേബർ എന്ന് പറയുന്ന സമയത്ത് വ്യക്തികൾ മാത്രമല്ല, അതിന് വേണ്ടുന്ന ഇൻസ്ട്രുമെന്റ്സ് വേണം, ഇല്ലേ? അതിന്റെ ശരി. മിശ്രിതം കറക്റ്റ് ആയിരിക്കണം. മിശ്രിതം കറക്റ്റ് ആയിരിക്കണം. അപ്പൊ അതിനുള്ളൊരു ബുദ്ധി വേണം, അതിനുള്ളൊരു പ്ലാൻ വേണം. അതുകൂടാതെ അതിനെ മിക്സ് ചെയ്യാനുള്ള മെഷീനുകൾ വേണം, ഇല്ലേ? കോൺക്രീറ്റ് മിക്സർ ആവശ്യമുണ്ട്. അതെ, പിന്നെ അത് പൈൽ ചെയ്യാനും, പിന്നെ അതിന്റെ ഇത് നോക്കാൻ വേണ്ടിയിട്ട് എന്തോ ഇത് വെക്കുമല്ലോ, മറ്റെന്താണ്, വെർട്ടിക്കൽ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള, എന്താ ഇതിന് പറയാ, മറന്നുപോയി. ലെവലോ സ്പിരിറ്റ് ലെവലോ. ലെവൽ ഇൻസ്ട്രുമെന്റ്. ലെവലിംഗ്, ലെവൽ ഇൻസ്ട്രുമെന്റ്, ബബിൾ സംഭവം. സ്പിരിറ്റ് ലെവല്. ആ അതെ, സ്പിരിറ്റ് ലെവൽ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്, ഇല്ലേ? ഒരു ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബീംസിന് വേണ്ടിയിട്ടുള്ള ലോഡ് കോമ്പണന്റ് എന്താണെന്നുള്ളതും ഒരുപാട് അതിന് പുറകിലുള്ള ഒരു എഞ്ചിനീയറിംഗ് ഉണ്ട്. അതും ഈ പറയുന്ന ഒരു പ്ലാനും, അതുകൂടാതെ അതിന് വേണ്ടുന്ന വ്യക്തികളും, അത് ചെയ്യാനുള്ള, അത് ഉണ്ടാക്കാൻ ബുദ്ധിയുള്ള വ്യക്തികളും, അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാനും ബിൽഡിംഗ് പ്ലാനും, അതുകൂടാതെ അത് ചെയ്യാനുള്ള മെഷീനുകളും എല്ലാം വേണമല്ലോ. ഇതെല്ലാം ചേരുമ്പോഴാണ് അതൊരു കെട്ടിടമായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് അസംസ്കൃത വസ്തുവും കെട്ടിടവും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷെ ഒന്നാണോ എന്ന് ചോദിച്ചാൽ അല്ല, അല്ലേ? കൂടുതൽ കാര്യങ്ങളുണ്ട്. അസംസ്കൃത വസ്തു മാത്രമല്ല, അതിൻ്റെ മുകളിൽ അതിനെ സംസ്കരിക്കാനുള്ള ഒരു പ്രക്രിയയുണ്ട്, അതിന് വേണ്ടുന്ന ബുദ്ധിയുണ്ട്, അതിന് വേണ്ടുന്ന ഇൻസ്ട്രുമെന്റ്, അതിന് വേണ്ടുന്ന നിമിത്തങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ മുമ്പ് സംസാരിച്ച വാക്കുകളൊക്കെ ഓർമ്മയുണ്ടോ? ഉപാദാന കാരണം, നിമിത്ത കാരണം, മൂലകാരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 7-ാം അധ്യായത്തിൽ കുറേ ചർച്ചയൊക്കെ നടത്തി. അതെ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് പ്രായോഗികമായി നോക്കുമ്പോൾ, പ്രാക്ടിക്കലി നോക്കിയാൽ എല്ലാം ഒന്നല്ല, അതേസമയം ഒന്നാണ്. അതുകൊണ്ടാണ് അചിന്ത്യ ഭേദാഭേദ എന്ന് പറയുന്ന നമ്മുടെ തത്വം. അതിന് മാത്രമേ ഈ ലോകത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ചും, ആത്മാക്കൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ചും, ആധ്യാത്മിക ലോകത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ചും, ഈ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും ഒക്കെ വ്യക്തമായി അതിനൊരു, എന്താ പറയാ, ഒരു രീതിയിൽ ബുദ്ധിക്ക് യുക്തിക്ക് യുക്തമായും, അതേസമയം നമുക്ക് പ്രായോഗികമായി നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ, ഫോളോ ചെയ്യാൻ പറ്റുന്ന, പാലിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള വളരെ ഒരു, എങ്ങനെ പറയാ, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള, അതിന് മലയാളം എങ്ങനെ പറയാന്ന് മനസ്സിലായില്ല. അതായത് ഒരു, നമുക്കതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സ്ഥിരത എന്ന് പറയുന്നത് സ്ഥിരത, അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്ക് നിരക്കുന്ന രീതിയിൽ നമുക്കതിനെ യുക്തമായ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു രീതിയിൽ പറഞ്ഞാൽ
അപ്പൊ അങ്ങനെയുള്ളൊരു സിദ്ധാന്തം അചിന്ത്യ ഭേദാഭേദ തത്വം മാത്രമേ ഉള്ളൂ. റൈറ്റ്? അപ്പൊ ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒന്നാണ്. അതിന് ഒന്നാണെന്നുള്ള ചില വശങ്ങൾ അതിലുണ്ട്. പക്ഷേ അതേസമയം ഒന്നല്ല, വ്യത്യസ്തതയുണ്ട്, വൈവിധ്യവും ഉണ്ട്, അതേസമയം ഏകത്വവും ഉണ്ട്. അങ്ങനെ ഒരു ഫിലോസഫിയാണ്. അതിവിടെ ചൈതന്യ മഹാപ്രഭു ഈ മണ്ണ് തിന്നുന്ന ലീല, കൃഷ്ണലീലയിലുള്ള മണ്ണ് തിന്നുന്ന ലീല തന്നെ വീണ്ടും ആ ലീല അവതരിപ്പിക്കുകയാണെങ്കിലും ഇവിടെ അതൊരു ടീച്ചിങ് എന്നുള്ള രീതിയിൽ, ആധ്യാത്മിക ശിക്ഷണം എന്നുള്ള രീതിയിൽ ചൈതന്യ മഹാപ്രഭു ഇപ്രാവശ്യം മായാവാദത്തിന്റെ വശം ചൈതന്യ മഹാപ്രഭു സംസാരിക്കുന്നു, നിമായി സംസാരിക്കുന്നു. അമ്മയായ ജഗന്നാഥ് മിശ്രയുടെ പത്നി സച്ചിദേവി പ്രഭുപാദ് ഒരു ലെക്ചറിൽ പറയുന്നു, നിമായി മായാവാദം സംസാരിക്കുകയാണെങ്കിലും സംസാരിച്ചത് അമ്മയോടാണ്. അമ്മ സാധാരണക്കാരിയല്ല, ഒരു പണ്ഡിത സ്ത്രീയാണ്. അതുകൊണ്ട് അത്ര എളുപ്പം മഹാപ്രഭുവിന് സംസാരിച്ച് ജയിക്കാൻ സാധിക്കില്ല. ഇവിടെ ഈ ഉദാഹരണങ്ങൾ സച്ചിമാത പറയുകയാണ്. ആൻഡ് അവസാനം അത് കേട്ട സമയത്ത് അമ്മ പറഞ്ഞത് ശരി എന്ന് പറഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞു പറയുന്നത് പോലെ ചൈതന്യ മഹാപ്രഭു അത് അംഗീകരിക്കും. അമ്മ യു ആർ റൈറ്റ് എന്ന് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭു അംഗീകരിക്കുന്നു, നിമായി അംഗീകരിക്കുന്നു. അങ്ങനെ ലോകത്തിനെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ എന്താണ് അചിന്ത്യ ഭേദാഭേദം എന്ന് പറയുന്ന സിദ്ധാന്തം ലോകത്തിന് പഠിപ്പിക്കുന്നു. പിന്നെ നമ്മുടെ എന്തിനാണ് അചിന്ത്യ ഭേദാഭേദ സിദ്ധാന്തം പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഈ സിദ്ധാന്തത്തിന് ആണ് മറ്റെല്ലാ സിദ്ധാന്തങ്ങളെ അപേക്ഷിച്ച് മായാവാദ സിദ്ധാന്തം കേവല അദ്വൈത സിദ്ധാന്തത്തിന്റെ മുകളിൽ നമുക്കൊരിക്കലും ഭക്തി എന്ന് പറയുന്ന സൗധം ഇല്ലേ, ഈ കേവല അദ്വൈത സിദ്ധാന്തത്തിന് മുകളിൽ നമുക്കൊരിക്കലും ഭക്തിയുടെ കെട്ടിടം, സൗധം നമുക്ക് പടുത്തുയർത്താൻ സാധിക്കില്ല. അതും ഇത് മാച്ച് ആവില്ല. ബുദ്ധമതമായിക്കോട്ടെ, ബുദ്ധന്റെ സിദ്ധാന്തമായിക്കോട്ടെ, മായാവാദമായിക്കോട്ടെ, ഒരുപാട് സിദ്ധാന്തങ്ങൾ, അതിനൊന്നും ഭക്തിയെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. വൈഷ്ണവ സിദ്ധാന്തങ്ങളുണ്ട്. 4 സമ്പ്രദായങ്ങളിലെ 4 സിദ്ധാന്തങ്ങൾ നമ്മൾ വായിച്ചായിരുന്നു ഇല്ലേ? മധ്വാചാര്യരുടെ സിദ്ധാന്തം, രാമാനുജാചാര്യരുടെ സിദ്ധാന്തം, പിന്നെ വിഷ്ണുസ്വാമിയുടെ സിദ്ധാന്തം, നിംബാർക്കാചാര്യന്റെ സിദ്ധാന്തം. റൈറ്റ്? ഇങ്ങനെ 4 വൈഷ്ണവ സിദ്ധാന്തങ്ങളുണ്ട്, 4 വൈഷ്ണവ പരമ്പരകൾ, സമ്പ്രദായങ്ങളുണ്ട്. അവരുടെയൊക്കെ സിദ്ധാന്തം വൈഷ്ണവ സിദ്ധാന്തങ്ങളാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈശ്വരനെയും ജീവനെയും, ഭഗവാനെയും ജീവാത്മാവിനെയും എല്ലാ രീതിയിലും ഒന്നാണ് എന്നുള്ളത് അവർ പറയുന്നില്ല, ഈ 4 വൈഷ്ണവ സിദ്ധാന്തങ്ങൾ. റൈറ്റ്? എന്നിരുന്നാലും ഈ 4 സിദ്ധാന്തങ്ങൾ തമ്മിലും എല്ലാം ഒരേ രീതിയിലല്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഈ 4 സിദ്ധാന്തങ്ങളും തമ്മിലുണ്ട്. വിശിഷ്ടാദ്വൈതം പോലെ അല്ല മധ്വാചാര്യരുടെ ദ്വൈത സിദ്ധാന്തം, അതുപോലെയല്ല ദ്വൈതാദ്വൈതം, അതുപോലെയല്ല കേവലാദ്വൈതം എന്ന് പറയുന്ന 4 ടൈപ്പ്. കേവലാദ്വൈതം അല്ല, വേറെന്തോ ഒരു പേരാണ്, മറന്നുപോയി. അപ്പോൾ ശുദ്ധാദ്വൈതം, അങ്ങനെ 4 സിദ്ധാന്തങ്ങളുണ്ട് ഈ 4 വൈഷ്ണവ പരമ്പരകൾക്ക്. പക്ഷെ അവയ്ക്കൊക്കെ ഭക്തിയെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. കാരണം അതില് ഈശ്വരനും ജീവനും രണ്ടും കംപ്ലീറ്റ്ലി ഒന്ന് തന്നെയാണ്, വ്യത്യാസമേ ഇല്ല എന്ന് ഈ 4 വൈഷ്ണവ സിദ്ധാന്തങ്ങളിലും പറയുന്നില്ല. ഡിഫറൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഭക്തി സപ്പോർട്ട് ചെയ്യാം. എന്നിരുന്നാലും ആ സിദ്ധാന്തങ്ങൾക്കും ഒരു അപ്പർ ലിമിറ്റ് ഉണ്ട്, ഒരു പരിധിയുണ്ട്. ചൈതന്യ മഹാപ്രഭു നമുക്ക് ഏത് രീതിയിലുള്ള ഭക്തിയാണ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ചൈതന്യ മഹാപ്രഭു? ഏത് തരം കൃഷ്ണപ്രേമം, പ്രേമഭക്തി. എങ്ങനെയുള്ള പ്രേമഭക്തി? പലയിടത്തുള്ള പ്രേമഭക്തി ഉണ്ട്. മാധുര്യപ്രേമരസം. മാധുര്യപ്രേമരസവും പല രീതിയിലുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് എന്ത് മാധുര്യപ്രേമരസമാണ്? രാധാകൃഷ്ണ പ്രേമം. അതിലും ഇനിയും കുറച്ച് ഡീറ്റെയിൽ ഉണ്ട്. ശുദ്ധാദ്വൈതം അല്ല, അതായത് വ്രജഭാവത്തിലുള്ള ഭക്തി, വ്രജവാസികളുടെ ഭക്തി. പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ രൂപഗോസ്വാമിയുടെ ആ പറയുന്ന മഞ്ജരി ഭാവത്തിലുള്ള ആ ഭക്തിയാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക്
ലോകത്തിന് കാഴ്ചവെക്കുന്നത്, റൈറ്റ്? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ ശ്ലോകം അനർപ്പിത ചരീം ചിരാത് കരുണയാവതീർണക്കലൗ. എത്രയോ യുഗങ്ങളായിട്ട്, എത്രയോ കാലങ്ങളായിട്ട്, കൽപ്പങ്ങളായിട്ട് ഈ വ്രജഭക്തി ലോകത്തിന് സമ്മാനിച്ചിട്ടില്ല. ഇല്ലേ? ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമാണ് ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നത്. അതൊക്കെ നമ്മൾ ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ ആ കണക്കൊക്കെ മുൻപ് വായിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ വളരെ അപൂർവമായിട്ടാണ് നമുക്ക് ഈ വ്രജഭക്തി കിട്ടുന്നത്. ആ വ്രജഭക്തി എന്ന് പറയുന്ന ഒരു കെട്ടിടം, ആ ഒരു സൗധം, ഭക്തിയുടെ സൗധം, അതിനെ താങ്ങണമെങ്കിൽ, അതിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആ ഫൗണ്ടേഷൻ എന്തായിരിക്കണം? അചിന്ത്യ ഭേദാഭേദ തത്വത്തിന് മാത്രമേ ആ ഫൗണ്ടേഷൻ, ഈ വ്രജഭക്തിയുടെ ഫൗണ്ടേഷൻ, അതിന്റെ അടിത്തറയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു നമുക്കിത് തന്നിരിക്കുന്നത്. അതിന് ശ്രീമദ് ഭാഗവതം അചിന്ത്യ ഭേദാഭേദ തത്വത്തിന് താത്വികമായ ഒരു അടിത്തറ നൽകുന്നത് ശ്രീമദ് ഭാഗവതമാണ്. ഭഗവത്ഗീതയിലും അചിന്ത്യ ഭേദാഭേദ തത്വമാണ്. പക്ഷേ ഭഗവത്ഗീതയെ ലോകത്തില് ജനങ്ങൾക്ക് തോന്നുന്ന പോലെ വ്യാഖ്യാനിക്കാനുള്ള ചെറിയൊരു സ്പേസ് അവിടെ ഭഗവാൻ കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? ആ ഭഗവത്ഗീത എടുത്ത് ആൾക്കാര് മായാവാദവും അതും ഇതും ഒക്കെ ഭഗവത്ഗീത ഉപയോഗിച്ച് അവര് അതില് മറ്റ് സിദ്ധാന്തങ്ങൾ തിരികെ കയറ്റുന്നുണ്ട്. പക്ഷെ ഭാഗവതത്തില് അത് ചെയ്യാൻ വളരെ ഒരു പരിധി വരെ അത് സാധിക്കില്ല. എന്നാലും ജനങ്ങൾ കേമന്മാരാണ്. ഭാഗവതത്തിനകത്തും മായാവാദ സിദ്ധാന്തമൊക്കെ തിരികെ കയറ്റി അങ്ങനെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും യഥാർത്ഥത്തിൽ ഭാഗവതം വായിക്കുകയാണെങ്കിൽ അത് ഇവിടെ പറയുന്നത് പോലെ അചിന്ത്യ ഭേദാഭേദ തത്വം അതിൽ വളരെ സ്പഷ്ടമാണ്. എന്നിരുന്നാലും അതിനെ ഒന്നുകൂടി സ്പഷ്ടമാക്കാൻ ചൈതന്യ ചരിതാമൃതം നമുക്ക് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി തന്നിട്ടുണ്ട്. ചൈതന്യ ഭാഗവതത്തിൽ കൂടുതലും ചൈതന്യ മഹാപ്രഭുവിന്റെ ഭഗവാന്റെ ലീലകളും, ചൈതന്യ ചരിതാമൃതത്തില് ലീലകൾ ഉണ്ടെങ്കിലും വളരെ അടിസ്ഥാനപരമായിട്ട് സിദ്ധാന്തം ഇവിടെ സ്ഥാപിക്കുകയാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. എന്തിനു വേണ്ടി? കാര്യം ചൈതന്യ മഹാപ്രഭു തരാൻ ലോകത്തിന് കൊണ്ടുവന്നിരിക്കുന്ന ഈ വ്രജഭാവത്തിലുള്ള ഭക്തി, അത് വളരെ മൃദുവാണ്, വളരെ ഒരു എന്താ പറയുക, വളരെ ഒരു സോഫ്റ്റ് സ്പെഷ്യൽ സാധനമാണ്. അപ്പൊ അതിനെ നിലനിർത്തണമെങ്കിൽ അതിനുതകുന്ന രീതിയിലുള്ള ഒരു അടിത്തറ ആവശ്യമുണ്ട്. അതിന് മുകളിലേ ഇതിന് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ അടിത്തറ എന്ന് പറയുന്നത് അചിന്ത്യ ഭേദാഭേദ തത്വം എന്ന് പറയുന്ന സിദ്ധാന്തമാണ്. അതിനെ സ്ഥാപിക്കണം, റൈറ്റ്? അതുകൊണ്ടാണ് ഓർമ്മയുണ്ടാവും, നമ്മൾ ആദിലീല ചാപ്റ്റർ 2 എന്തോ ആണെന്ന് തോന്നുന്നു, ഒരു ശ്ലോകമുണ്ട്. സിദ്ധാന്ത വിഷയേ കരേ ന, എന്താണ്? സിദ്ധാന്ത വിഷയേ ന കരഹ ആലസ്യ ഇഹ ഹൈത്തേ കൃഷ്ണേ ലാഗേ സുദൃഢ മാനസ എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട്. നമ്മൾ വായിച്ചത് ഓർമ്മയുണ്ടാവും. എനിക്ക് തോന്നുന്നു 2-ാം അധ്യായത്തിലെ 117 അങ്ങനെ എന്തോ ആണ് ആ ശ്ലോകത്തിന്റെ നമ്പർ, കൃത്യമായിട്ട് ഓർമ്മയില്ല. സോ ചൈതന്യ ചരിതാമൃതം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് ഉണ്ടോ? ആദിലീല ചാപ്റ്റർ നമ്പർ ഏതാ പ്രഭു പറഞ്ഞു? ആദിലീല ചാപ്റ്റർ 2 ആണെന്ന് തോന്നുന്നു. ശ്ലോകം 117 എന്തോ ആണെന്നാണ് ഓർമ്മ. അത് സിദ്ധാന്ത കറക്റ്റ് 117 ആണ്. 117 സിദ്ധാന്ത ബലിയ ചിത്തേ നകര അലസ ഇഹാഹൈതേ കൃഷ്ണേ ലാഗേ സുദൃഢ മാനസ. സോ അതുകൊണ്ട് അതിന്റെ ആക്ച്വലി അതിന്റെ വിവർത്തനവും ഭാവാർത്ഥം ഫസ്റ്റ് പാരഗ്രാഫ് എങ്കിലും നമുക്കൊന്ന് വായിക്കാമോ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹരേ കൃഷ്ണ. ആരെങ്കിലും വായിക്കണ്ടോ? അല്ലെങ്കിൽ ഞാൻ വായിക്കും. ഹരേ കൃഷ്ണ. മാതാജി വായിച്ചോളൂ. ഏതാ പ്രഭു വായിക്കണ്ടേ? 2:117 പേജ് 226. ബുക്ക് കയ്യിലില്ല, പ്രഭു വായിച്ചോളൂ. എന്റെ കയ്യിലില്ല ബുക്ക്. നരോത്തം പ്രഭു വായിക്കണേ വായിച്ചോളൂ. ഓക്കെ. വിവർത്തനം. ആത്മാർത്ഥയുള്ള ഒരു ശിഷ്യൻ സിദ്ധാന്തങ്ങളിലെ ഇത്തരം സംവാദങ്ങൾ വിവാദപരമായിരിക്കുമെന്ന് കരുതി അവയെ അവഗണിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഇത്തരം സംവാദങ്ങൾ മനസ്സിനെ സുദൃഢമാക്കുകയും അപ്രകാരം
മനസ്സ് കൃഷ്ണനിൽ ഉറയ്ക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. പ്രഭു ആദ്യത്തെ ഹരിബോൾ. പാരഗ്രാഫ് മാത്രം ഒന്ന് വായിക്കാമോ ഭാവാർത്ഥത്തില്? ഭാവാർത്ഥം ശീല വാസ്തവത്തിൽ മുഴുവൻ പ്രഭാത്. വായിക്കും, എന്നാലും ആദ്യത്തെ പാരഗ്രാഫ് എങ്കിലും. ഭഗവത്ഗീത മുഴുവൻ വായിച്ചിട്ട് പോലും അറിവിന്റെ അപാകത മൂലം കൃഷ്ണനെ ഒരു സാധാരണ ചരിത്രപുരുഷനായി തെറ്റിദ്ധരിക്കുന്ന ധാരാളം ജനങ്ങളുണ്ട്. ഇത് പാടില്ല. കൃഷ്ണനെ സംബന്ധിച്ച് തത്വം ഗ്രഹിക്കുന്നതിൽ ഒരുവൻ വിശേഷിച്ചും ശ്രദ്ധാലുവായിരിക്കണം. അലസത നിമിത്തം കൃഷ്ണനെ സൈദ്ധാന്തികമായി മനസ്സിലാക്കിയില്ലെങ്കിൽ അങ്ങനെയുള്ളവർ തങ്ങളെ ഉന്നത ഭക്തന്മാരെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചിലപ്പോൾ മുക്താത്മാക്കളിൽ കാണപ്പെടുന്ന അതീന്ദ്രിയ ലക്ഷണങ്ങളെ അനുകരിക്കുകയും ചെയ്യുന്ന ചിലരെ പോലെ ഭക്തിയുടെ സമ്പ്രദായത്തിൽ തെറ്റായി നയിക്കപ്പെടും. നവാഗതനായ ഒരു വ്യക്തിയെ ഭക്തനായി തീരാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് ചിന്തകളുടെയും വാദങ്ങളുടെയും ഉപയോഗം ശരിയായ രീതിയിലാണെങ്കിലും ഭക്തിയുത സേവനത്തിലെ നവാഗതർ നിശ്ചയമായും സദാ വേദശാസ്ത്രങ്ങളുടെയും നിർവാജ്യരായ ഭക്തന്മാരുടെയും ആധ്യാത്മിക ഗുരുവിന്റെയും വീക്ഷണത്തിലൂടെ അതീവ ജാഗ്രതയോടെയാണ് കൃഷ്ണനെ മനസ്സിലാക്കേണ്ടത്. അത്തരം ആധികാരികത ഉള്ളവരിൽ നിന്നും ശ്രീകൃഷ്ണനെ കുറിച്ച് ശ്രവിക്കാത്ത പക്ഷം ആർക്കും ഭക്തിയിൽ ഉന്നതി പ്രാപിക്കാനാവില്ല. ഭക്തിയുത സേവനം നേടുന്നതിന് വേദശാസ്ത്രങ്ങൾ 9 മാർഗങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അവയിൽ പ്രഥമവും സർവപ്രധാനവുമായത് ആധികാരിക ഭക്തനിൽ നിന്നുള്ള ശ്രവണമാണ്. ശ്രവണം കീർത്തനം പ്രക്രിയകളാൽ ജലസേവനം നൽകാത്ത പക്ഷം ഭക്തിയുടെ ബീജം മുളയ്ക്കുകയില്ല. ഒരുവൻ ആധ്യാത്മികമായി ഔന്നത്യം ആർജിച്ച സ്രോതസ്സുകളിൽ നിന്ന് വിനയപൂർവം അതീന്ദ്രിയ സന്ദേശങ്ങൾ ശ്രവിക്കുകയും അതേ സന്ദേശങ്ങൾ തന്റെയും മറ്റുള്ളവരുടെയും നന്മയ്ക്കായി കീർത്തനം ചെയ്യുകയും വേണം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. അപ്പോ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല, മുന്നോട്ട് പോവാം. എന്തെങ്കിലും ഉണ്ടോ ചർച്ച ചെയ്യാൻ? അതുകൊണ്ട് നമ്മള് ഇതിന്റെ പ്രാധാന്യമാണ് പറയുന്നത്. നമ്മൾ ഫിലോസഫി, ഈ സിദ്ധാന്തം നമ്മൾ മനസ്സിലാക്കണം, എന്നാലും നമ്മുടെ ഭക്തിയുടെ അടിത്തറ ഉറയ്ക്കും. അത് നമ്മള് എന്ന് പറയുന്നു. നമ്മൾ ആലസ്യം കാരണം, മടി കാരണം, അല്ലെങ്കിൽ എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പറയാതെ നമ്മളിത് ചെയ്യുക തന്നെ വേണം എന്ന് പ്രഭുപാദ് പറയുന്നു. റൈറ്റ്? മുന്നോട്ട് പോയാലോ? യെസ് പ്രഭു. ഹരേ കൃഷ്ണ. അതിനൊരു ഉദാഹരണം നമ്മള് ഭഗവത്ഗീത ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ ചില ശ്ലോകങ്ങൾ നമ്മള് പഠിച്ച ശ്ലോകങ്ങളായിരിക്കും, കേട്ട ശ്ലോകങ്ങളായിരിക്കും, നമുക്ക് അറിയാവുന്നതായിരിക്കാം. പക്ഷെ അത് വരുമ്പോൾ നമ്മൾ അവിടുന്ന് അത് സ്കിപ്പ് ചെയ്ത് അടുത്തതിലേക്ക് പോവാറുണ്ട്. ഇതെനിക്ക് അറിയാവുന്നതാണ്, പിന്നെ എന്തിനാ വായിക്കണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആക്ച്വലി അത് വായിച്ചു പോയാലേ അത് പൂർണ്ണമാവുള്ളൂ എന്നുള്ളത് നമുക്ക് ഇപ്പൊ മനസ്സിലായി. ഹരേ കൃഷ്ണ. മറ്റൊരു കാര്യം ഹരേ കൃഷ്ണ, ഇപ്പൊ വായിച്ചതിൽ നിന്ന് അതിലെടുത്ത് പറയുന്നുണ്ട്, നമ്മളതൊരു ആധികാരിക സ്രോതസ്സിൽ നിന്ന് കേൾക്കണമെന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും അതാണ് നമുക്ക് ഇന്ന് നമ്മൾക്ക് പ്രഭാതരുടെ ഇതുണ്ട്. പക്ഷെ അതറിയാത്ത ഒരുപാട് പേരിലുണ്ടല്ലോ. അത് ഈ പറഞ്ഞ നേരത്തെ ഗോപാൽ പ്രഭു പറഞ്ഞ പോലെ മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഒരുപാട് ഭഗവത്ഗീതകളുണ്ട്. അപ്പൊ ചിലർ അതിനെയാണ് കൊണ്ട് നടക്കുന്നത്. അപ്പൊ അതിനെ മാറ്റിക്കുക എന്നുള്ളൊരു ശ്രമകരമായ പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഒരു വ്യക്തി വിചാരിച്ച ഒരാൾക്കെങ്കിലും നമ്മുടെ പുസ്തകം കൊടുത്ത് മാറ്റാം, പിന്നെ അതിനെ ഫോളോ ചെയ്യും, അതിനെ പതുക്കെ അതിലേക്ക് വരും. അത് നമുക്കേ ചെയ്യാൻ കഴിയുള്ളൂ. മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് അത് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക്. അപ്പൊ നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഡ്യൂട്ടി തന്നെയാണ് അത്. കാരണം നമ്മൾ അത് മിനിമം ചെയ്തിരിക്കണം. ശരിക്കും പ്രഭാതരോടുള്ള ഒരു കടപ്പാട് നമുക്ക് അതിനുണ്ടല്ലോ. എന്തോന്നാലും അത് ചെയ്യാതെ നമ്മൾ മാത്രം പഠിച്ചു പോയോണ്ട് കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം. അതായത് ഇന്ന് ഇത് വായിക്കാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, അതായത് ഭക്തി സിദ്ധാന്ത സരസ്വതി സ്വാമികൾ പറയുന്നത് നമ്മളെല്ലാവരും ശിഷ്യന്മാരല്ല ഗുരുക്കന്മാരാവാനായിട്ടാണ്
നോക്കേണ്ടത്. അപ്പോൾ ഇത് എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളത്. ഇപ്പൊ പ്രഭു പറഞ്ഞപ്പോ അതാണ് ഓർമ്മ വന്നത്. ഹരേ കൃഷ്ണ. അടുത്ത് വായിക്കാമോ ആരെങ്കിലും? വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. സാധാരണ വായിക്കാത്തവര് വായിക്കാതിരിക്കുന്നുണ്ടല്ലേ എപ്പോഴും? ആരാ വായിക്കേണ്ടത്? ഞാനിവിടുന്ന് പേര് വിളിക്കട്ടെ. ഓക്കെ പ്രഭു. അതായിരിക്കും എന്തായാലും നല്ലത്. ശാന്തകുമാരി മാതാജി മാതാജി ഒരു 2 വായിക്കും അതിന് ശേഷം. ഇതോ മാതാജി വോളണ്ടറി ആയിട്ട് തന്നെ മാതാജി വായിക്കും അതിന് ശേഷം. ശരി ശരി പ്രഭു. ഓക്കെ. ശ്ലോകം 33. ശ്രീല പ്രഭുപാദി കി ജയ്. आत्मा लुकाई ते प्रभु बेलीला तान्हारे आगे के नाई घा माता ना ശിഖാലേ മോരെ. നിമായി മാതാവിനോട് പറഞ്ഞു, ഈ പ്രായോഗിക തത്വശാസ്ത്രം ആരംഭത്തിലെ പഠിപ്പിക്കാതെ എന്റെ ആത്മസാക്ഷാത്കാരം ഗോപ്യമാക്കിയത് എന്തിനെ? ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദി കി ജയ്. ജീവിതാരംഭത്തിൽ തന്നെ ഒരുവന് വൈഷ്ണവ തത്വശാസ്ത്രമായ ദ്വൈതം പഠിക്കാൻ കഴിഞ്ഞാൽ അയാളെ അദ്വൈത തത്വശാസ്ത്രം അത്രയൊന്നും ബാധിക്കില്ല. യഥാർത്ഥത്തിൽ എല്ലാം പരമസ്രോതസ്സിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിക്കുന്നത്. ജന്മാദി അസ്യ യഥ. സൂര്യനിൽ നിന്നും ഉത്ഭവിക്കുന്ന സൂര്യരശ്മികൾ പ്രകാശം, താപം എന്നീ വൈവിധ്യങ്ങൾ പ്രകടമാകുന്നത് പോലെ ആദിമശക്തിയും വൈവിധ്യാത്മകമായി പ്രകടമാകുന്നു. പ്രകാശം താപമാണെന്നോ താപം പ്രകാശമാണെന്നോ പറയാനാവില്ല. ഒന്നിൽ നിന്ന് മറ്റേതിനെ വേർതിരിക്കാനും കഴിയില്ല. അതിനാൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ തത്വം അചിന്ത്യ ഭേദാഭേദം അഥവാ അചിന്ത്യമായ ഭിന്നതയും അഭിന്നതയും എന്നതാണ്. 2 ഭൗതികാവിഷ്കാരങ്ങളായ താപവും പ്രകാശവും തമ്മിൽ പൊരുത്തമുണ്ടെങ്കിലും അവ തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ഭഗവത് ശക്തി വിശേഷമായ ഈ വിശ്വാവിഷ്കാരം വൈവിധ്യാത്മകമായി പ്രകടമാകുന്നു. അടുത്ത് വായിക്കാനോ പ്രഭു? അതോ ഒന്നുകൂടി വായിക്കാം. ശ്ലോകം 34. ശ്രീല പ്രഭുപാദി കി ജയ്. ये बेसे जानीलान आरा माढ़ीना खाईबा शुद्धा लागे याबे तबे तुम्हारा स्तन पिबा. ഇപ്പോൾ വിവർത്തനം. ശ്രീല പ്രഭുപാദി കി ജയ്. ഇപ്പോൾ എനിക്ക് ഈ തത്വം മനസ്സിലായി. മേലിൽ ഞാൻ മണ്ണ് തിന്നുകയില്ല. വിശക്കുമ്പോൾ മാതാവിന്റെ മുലപ്പാൽ കുടിച്ചുകൊള്ളാം. ഹരേ കൃഷ്ണ. ഹരി ഹരി. ആ ലീല കഴിഞ്ഞിട്ട് അത്ര സ്വീറ്റ് ആയിട്ട് മഹാപ്രഭു അതിനെ സമ്പൂർണ്ണമാക്കും അല്ലേ? ഞാൻ എന്നെ തിരുത്തിക്കൊള്ളാം. അടുത്ത ശ്ലോകത്തിൽ അതിന്റെ ആക്ഷനും പറയുന്നുണ്ട്. ഓക്കെ. ശ്ലോകം 35. അതും കൂടി ഒന്ന് വായിച്ചിട്ട്. ശ്രീല പ്രഭുപാദി കി ജയ്. ഏതാ ബലി ജന നീര കോലെ തേ ചടിയ സ്തനപാന കരേ പ്രഭു ഈഷധാസിയ. വിവർത്തനം. ശ്രീല പ്രഭുപാദി കി ജയ്. ഇത്രയും പറഞ്ഞ നിമായി മൃദുമന്ദഹാസത്തോടെ മാതാവിന്റെ മടിയിൽ ചാടിക്കയറുകയും മുലപ്പാൽ കുടിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. 36 വായിക്കണോ പ്രഭു? അതിൻ്റെ കൂടെ ഉള്ളതാണ്. വേറെ ആരെങ്കിലും? ഗോപാൽ പ്രഭു ഡിസ്കഷൻ ഉണ്ടോ അതോ തുടർന്ന് വായിക്കണോ? വായിച്ചോളൂ അടുത്ത ആള്. ഓക്കെ. വേറെ ആരാ? ഹരേ കൃഷ്ണ. ഞാൻ വായിക്കാം പ്രഭു. പേര് വിളിക്കൂ പ്രഭു. പേര് കേൾക്കുന്നില്ല. ആരോ പറഞ്ഞു. ഇപ്പോ കൗസല്യ മാതാജിയാണോ? അതെ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ശ്ലോകം 36. കൈമതേ നാനാചലേ ഐശ്വര്യദേഖായ ബാല്യഭാവ പ്രകടീയ പശ്ചാലുകായ. വിവർത്തനം. പ്രഭുപാദി കി ജയ്. അപ്രകാരം വിവിധ കാരണങ്ങളിലൂടെ നിമായി തന്റെ ബാല്യകാലത്ത് ഐശ്വര്യങ്ങൾ കഴിയുന്നത്ര പ്രദർശിപ്പിച്ചു. പിന്നീട് അവിടുന്ന് സ്വയം മുക്തമാക്കി. ശ്ലോകം 37. അതിഥി വിപ്രേര അന്ന കായിലെ ദിനാഭാര കാജേ ഗുപ്തേ സേയി വിപ്രേ കരീല നിസ്താര. വിവർത്തനം. പ്രഭുപാദി കി ജയ്. ഒരിക്കൽ നിമായി അതിഥിയായി വന്ന ഒരു ബ്രാഹ്മണന്റെ ഭക്ഷണം 3 പ്രാവശ്യം ഭക്ഷിക്കുകയും
പിന്നീട് ആ ബ്രാഹ്മണനെ രഹസ്യമായി ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ബ്രാഹ്മണനെ മോചിപ്പിച്ച കഥ ഇപ്രകാരമാണ്. രാജ്യമെമ്പാടും തീർത്ഥയാത്ര നടത്തിയിരുന്ന ഒരു ബ്രാഹ്മണൻ യാത്രക്കിടയിൽ നവദ്വീപിലെത്തുകയും ജഗന്നാഥമിശ്രന്റെ ഭവനത്തിൽ അതിഥിയായി വരികയും ചെയ്തു. ജഗന്നാഥമിശ്രൻ അദ്ദേഹത്തിന് ഭക്ഷണം പാചകം ചെയ്യാൻ ആവശ്യമായ പദാർത്ഥങ്ങളെല്ലാം നൽകുകയും ബ്രാഹ്മണൻ സ്വയം ഭക്ഷണം തയ്യാറാക്കുകയും ചെയ്തു. ബ്രാഹ്മണൻ ധ്യാനിച്ചുകൊണ്ട് വിഷ്ണു ഭഗവാനെ ഭക്ഷണം നിവേദിക്കുമ്പോൾ കുട്ടിയായ നിമായി അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് ഭക്ഷണമെടുത്ത് ഭക്ഷിച്ചു തുടങ്ങി. തന്മൂലം നൈവേദ്യം പൂർണ്ണമായി വിഘ്നപ്പെട്ടതായി ബ്രാഹ്മണന് തോന്നി. അതുകൊണ്ട് ജഗന്നാഥമിശ്രന്റെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം രണ്ടാമതും ഭക്ഷണം പാചകം ചെയ്തു. വീണ്ടും ബ്രാഹ്മണൻ വിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട് ഭക്ഷണം നിവേദിച്ചപ്പോൾ കുട്ടി വീണ്ടും എത്തി ഭക്ഷണം ഭക്ഷിക്കാൻ തുടങ്ങി. അപ്രകാരം വീണ്ടും നൈവേദ്യം വിഘ്നപ്പെട്ടു. ജഗന്നാഥമിശ്രന്റെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം മൂന്നാമതും ഭക്ഷണം പാചകം ചെയ്തു. രാത്രി വളരെ വൈകിയിരുന്നതിനാൽ എല്ലാവരും ഉറങ്ങുകയും കുട്ടി ഒരു പൂട്ടിയ മുറിയിലായിരുന്നെങ്കിലും വീണ്ടും ആ ബാലൻ ബ്രാഹ്മണന്റെ മുന്നിലെത്തി ഭക്ഷണമെടുത്ത് ഭുജിച്ചു തുടങ്ങി. അത് കണ്ട ബ്രാഹ്മണൻ അന്ന് വിഷ്ണു തന്റെ ഭക്ഷണം സ്വീകരിക്കാൻ തയ്യാറല്ലെന്നും അതിനാൽ ഉപവസിക്കാനാണ് തനിക്ക് വിധിയെന്നും ചിന്തിച്ച് വിക്ഷുബ്ധ ചിത്തനായി ഹായ എന്താണ് ചെയ്യുന്നത് എന്ന് നിലവിളിച്ചു. ബ്രാഹ്മണനെ വിക്ഷോഭാവസ്ഥയിൽ കണ്ട ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: മുമ്പ് ഞാൻ യശോദാമാതാവിന്റെ പുത്രനായിരുന്നു. അന്നും നിങ്ങൾ നന്ദമഹാരാജാവിന്റെ ഭവനത്തിൽ അതിഥിയായി വരികയും ഞാൻ നിങ്ങളെ ഇതേ വിധത്തിൽ അസ്വസ്ഥനാക്കുകയും ചെയ്തിരുന്നു. നിങ്ങളുടെ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടനാണ്. അതുകൊണ്ട് നിങ്ങൾ തയ്യാറാക്കിയ ആഹാരം ഞാൻ ഭക്ഷിക്കുന്നു. ഭഗവാൻ തനിക്കുമേൽ ചൊരിഞ്ഞ അനുഗ്രഹം തിരിച്ചറിഞ്ഞ ബ്രാഹ്മണൻ അത്യന്തം സന്തുഷ്ടനാവുകയും കൃഷ്ണപ്രേമത്തിൽ മുഴുകുകയും ചെയ്തു. താൻ മഹാഭാഗ്യവാനാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഭഗവാനോട് അങ്ങേയറ്റം കൃതജ്ഞതയുള്ളവനായി മറ്റാരോടും ഈ സംഭവം വെളിപ്പെടുത്തരുതെന്ന് നിമായി ബ്രാഹ്മണനോട് ആവശ്യപ്പെട്ടു. ഈ ലീല ചൈതന്യ ഭാഗവതം ആദിഖണ്ഡത്തിലെ 3-ാം അധ്യായത്തിൽ വിപുലമായി വിശദീകരിച്ചിട്ടുണ്ട്. ഹരേ കൃഷ്ണ. വായിക്കണോ? ഒരു മിനിറ്റ് മാതാജി. ഇത് വളരെ സുന്ദരമായൊരു ലീല. ഇത് ഒരു പ്രാവശ്യം ഇസ്മോൾ ജയപതാക സ്വാമി മഹാരാജ് ക്ലാസ്സിൽ പറയുമ്പോൾ ചൈതന്യ ഭാഗവതത്തിൽ നിന്ന് പറയാണ്, അവസാനത്തിന് തൊട്ടു മുമ്പത്തെ സെന്റൻസ് ഉണ്ടല്ലോ, മറ്റാരോടും ഈ സംഭവം വെളിപ്പെടുത്തരുതെന്ന് നിമായി ബ്രാഹ്മണനോട് ആവശ്യപ്പെട്ടു. കാര്യം കൃഷ്ണനാണ് എന്നുള്ളത് അറിയിക്കാതെയാണ് ചൈതന്യ മഹാപ്രഭു ലീലകളൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോ നേരിൽ കണ്ടു. ഈ ബ്രാഹ്മണനാണ്, ബ്രാഹ്മണൻ പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കുകയും ചെയ്യും. ബ്രാഹ്മണന്റെ വചനം സത്യമാണ്. അദ്ദേഹം ആ പ്രദേശത്തൊക്കെ പോയി നിമായി കൃഷ്ണനാണ്, ഇത് കൃഷ്ണനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാപ്രഭുവിന്റെ അവതാര ഉദ്ദേശത്തിന് അതിനെ ബാധിക്കും അല്ലെ? അതുകൊണ്ടാണ് പറയുന്നത് മറ്റാരോടും ഈ സംഭവം വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് പറയുമായിരുന്നു എന്ന്. ഇനി അങ്ങനെ താങ്കൾ വെളിപ്പെടുത്തി കഴിഞ്ഞാല് താങ്കളെ സമയത്തിന് മുൻപേ ഭഗവത് ധാമത്തിൽ എത്തിക്കേണ്ടി വരും എനിക്ക് എന്ന് പറയായിരുന്നു. മനസ്സിലായോ? അപ്പൊ ബ്രാഹ്മണൻ എന്തായാലും സമയത്തിന് മുന്നേ പോയി എന്ന് ഉറപ്പാ. കാരണം നമ്മളിത് അറിഞ്ഞല്ലോ. ഹരേ കൃഷ്ണ. യെസ്, വായിച്ചോളൂ. അടുത്ത ഞാൻ വായിക്കട്ടെ. വേറെ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. വായിച്ചോളൂ. വായിക്കട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 38. ചോരേലനാഗേല പ്രഭുകേ ബാഹിരേ പായിയ താരസ്കന്ധേ ചടി ആയില താരേ പൂലായിയ. കുട്ടിക്കാലത്ത് നിമായിയെ ഒരിക്കൽ വിവർത്തനം ബൈ സ്വാമി ശിലപ്രഭ. ജയ ശിലപ്രഭ. കുട്ടിക്കാലത്ത് നിമായിയെ ഒരിക്കൽ 2 തസ്കരന്മാർ ഗൃഹത്തിന്റെ പുറത്ത് നിന്നും തട്ടിക്കൊണ്ടു പോവുകയുണ്ടായി. നിമായി അവരുടെ തോളുകളിൽ എഴുന്നേറ്റ് നിന്നു. സുരക്ഷിതമായി കുട്ടിയെ കൊണ്ടുപോയി ആഭരണങ്ങൾ കവർച്ച ചെയ്യാമെന്ന് കള്ളന്മാർ കരുതിയെങ്കിലും
നിമായി അവരെ വഴിതെറ്റിച്ചതിനാൽ അവർ കുട്ടിയെയും കൊണ്ട് ലക്ഷ്യത്തിലെത്തുന്നതിന് പകരം ജഗന്നാഥ മിശ്രയുടെ വീട്ടിൽ തന്നെ തിരിച്ചെത്തി. ഭാവാർത്ഥം നിമായി കുട്ടിക്കാലത്ത് സ്വർണ്ണാഭരണങ്ങളാൽ സമൃദ്ധമായി അലങ്കരിക്കപ്പെട്ടിരുന്നു. ഒരിക്കൽ നിമായി വീടിന് പുറത്ത് കളിക്കുകയായിരുന്നപ്പോൾ തെരുവിലൂടെ കടന്നുപോയ 2 കള്ളന്മാർ അവിടുത്തെ കാണുകയും കൊള്ളയടിക്കാൻ ഇത് നല്ല അവസരമാണെന്ന് കരുതുകയും ചെയ്തു. മധുരപദാർത്ഥങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് സന്തോഷിപ്പിച്ച അവർ കുട്ടിയെ എടുത്ത് തോളിലേറ്റി കൊണ്ടുപോയി. കുട്ടിയെ കാട്ടിൽ കൊണ്ടുപോയി കൊന്ന് ആഭരണങ്ങൾ കവരാമെന്നായിരുന്നു കള്ളന്മാരുടെ ചിന്ത. പക്ഷേ നിമായി തന്റെ മായാശക്തി കള്ളന്മാർക്ക് മേൽ വിസ്തരിച്ചതിനാൽ കള്ളന്മാർ കുട്ടിയെ വനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം നേരെ കുട്ടിയുടെ വീടിന്റെ മുന്നിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. വീടിന് മുന്നിലെത്തിയപ്പോൾ അവർ വല്ലാതെ ഭയന്നു. എന്തുകൊണ്ടെന്നാൽ ആ പ്രദേശവാസികൾ മുഴുവനും തിരക്കിട്ട കുട്ടിയെ അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ കള്ളന്മാർ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. അവിടെ കൂടിയിരുന്നവർ നിമായിയെ ഗൃഹത്തിനുള്ളിലേക്ക് കൊണ്ടുപോവുകയും ശചി മാതാവിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തു. കുട്ടിയെ തിരിച്ചു കിട്ടിയ മാതാവ് ആശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. ഈ സംഭവവും ചൈതന്യ ഭാഗവതം ആദിഖണ്ഡത്തിലെ 3-ാം അധ്യായത്തിൽ വളരെ വിപുലമായി വിവരിച്ചിട്ടുണ്ട്. ദസ്സരിതി ഹരി ഓം ദസ്സത് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത് മറ്റൊരു ലീല. ഇതിലൊരു ചെറിയൊരു വാൽകഷ്ണം ഇതേപോലെ ക്ലാസ്സിൽ കേട്ടതാണ്. ഈസോണ് ജയപ്രതാപ് സ്വാമി മഹാരാജിന്റെ ക്ലാസ്സിൽ ഇങ്ങനെ നിമായിനെ എടുത്തോണ്ട് പോയി. അപ്പോ ഗ്രാമത്തിൽ എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി, എവിടെ പോയി എന്ന് പറഞ്ഞ് അവസാനം ജോലി ചെയ്തുകൊണ്ടിരുന്ന മറ്റെവിടെയോ ജോലി ചെയ്തുകൊണ്ടിരുന്ന അച്ഛന്റെ അടുത്ത് പോയി ആ വാർത്ത. റൈറ്റ്. ഇതേപോലെ തന്നെ മറ്റേ എന്താണത്, ദാമോദര ലീലയില് ഭഗവാൻ ആ മരങ്ങള് താഴേക്ക് ഇടുന്ന സമയത്തും ആ അതെ. നാട്ടിൽ കുട്ടിയത് എന്താണ് ശബ്ദം, കൃഷ്ണൻ എന്തെങ്കിലും ആപത്ത് പറ്റിയോ എന്ന് പറഞ്ഞിട്ട് ആ വാർത്ത കാട്ടുതീ പോലെ പടർന്ന് വേറെ എവിടെയോ ജോലി ചെയ്തുകൊണ്ടിരുന്ന നന്ദമഹാരാജാവിന് വാർത്ത എത്തി. അവിടുന്ന് അദ്ദേഹം ഓടി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഏകദേശം ഇവിടെ നിമായിയെ കാണാനില്ല എന്ന് പറഞ്ഞ് ആ വാർത്ത അവിടെ മുഴുവൻ കാട്ടുതീ പോലെ പടർന്ന് എല്ലാവരും ഓടി തേടുകയാണ്, എവിടെയുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറയുന്നത് പോലെ നിമായി മായിക ശക്തി ഉപയോഗിച്ച് കാട്ടിലേക്ക് പോകുന്നതിന് പകരം ഈ കള്ളന്മാരുടെ 2 പേരുടെയും തലയ്ക്കകത്തിരുന്ന GPS ഒന്ന് ചുറ്റിച്ചു വിട്ടു. അപ്പോ കറങ്ങി തിരിഞ്ഞ് അവര് ഇവര് തേടിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ മുന്നിൽ തന്നെ എത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർക്കൊക്കെ വലിയൊരു ആശ്വാസം. ശരി, എവിടെയോ ഓടിപ്പോയിരിക്കുന്ന കുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുന്നു ഈ 2 വ്യക്തികൾ എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത ശേഷം അവര് ആ കുഞ്ഞിന്റെ അവരുടെ കഴുത്തിലിരിക്കുന്ന ആഭരണങ്ങൾ, നിമായിയുടെ ശരീരത്തിലുള്ളത് മാത്രമല്ല അവരവരുടെ കഴുത്തിലിരിക്കുന്ന ആഭരണങ്ങളൊക്കെ അവർ അഴിച്ചെടുത്ത് ഈ കള്ളന്മാർക്ക് കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. പക്ഷെ ഈ കള്ളന്മാർക്ക് അവരുടെ ഹൃദയം ശുദ്ധമല്ലാത്തതിനാൽ എന്നാണ് പറയുന്നത്. അവരുടെ ഹൃദയം ശുദ്ധമായിരുന്നില്ല, അവർക്ക് ഭയമായിരുന്നു. ഇവര് വന്നിട്ട് നമ്മളെ അടിക്കാൻ വരികയാണ്, നമ്മുടെ കഥ ഇന്ന് കഴിയുമെന്ന് പറഞ്ഞിട്ട് നിമായിയുടെ ശരീരത്തിൽ നിന്ന് കിട്ടുന്ന എത്ര ആഭരണങ്ങൾ കിട്ടുമായിരുന്നു അതിനെക്കാട്ടിലും കൂടുതൽ ആഭരണങ്ങൾ ആൾക്കാർ കൊണ്ടുവരികയാണ്. പക്ഷെ ആൾക്കാർ ഭക്തന്മാർ കൊണ്ടുവരുന്ന സമയത്ത് ഇവര് പേടിച്ച് ഓടുകയാണ്. എന്നിട്ട് ഇവരും പുറകെ ഓടുകയാണ്. ഇല്ല, ഇങ്ങനെ എന്തെങ്കിലും ഒരു പാരിതോഷികം, എന്തെങ്കിലും ഉപഹാരം സ്വീകരിക്കാതെ നിങ്ങൾ പോകരുത്, ദയവായി വരൂ എന്ന് പറഞ്ഞ് അവർ വിളിക്കുന്നു. പക്ഷെ ഇവരുടെ ഹൃദയം ശുദ്ധമല്ലാത്തതുകൊണ്ട് അവർ ഓടിപ്പോകുന്നു. അവർക്ക് ഒരു ആഭരണവും കിട്ടിയില്ല. അതാണ് എന്താ കഥയുടെ ബാക്കി ഭാഗം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി. താങ്ക് യു. സോ ഇതിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും അല്ലെ, അവരുടെ വാസ്തവത്തില് ആ കള്ളന്മാർക്കൊരു ഹീറോ ആകാമായിരുന്നു. ഇനി അവർക്ക് കക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ആ നാട്ടുകാരെ അവരെ സംരക്ഷിച്ച് നിർത്തുമായിരുന്നു ഇവരെ 2 പേരെയും അല്ലെ. നിമായുടെ സംരക്ഷകരായിട്ട് തന്നെ ചിലപ്പോൾ അവർക്കൊരു സ്ഥാനം കിട്ടുമായിരുന്നു. പക്ഷേ ഹൃദയം ശുദ്ധമല്ലാത്തത് കൊണ്ട് ആ അസോസിയേഷൻ അവർക്ക് നിൽക്കാൻ സാധിച്ചില്ല. അവർ തരുന്ന സമ്മാനങ്ങളായിട്ട് കാണാൻ അവർക്ക് സാധിച്ചില്ല. അവർ ഓടിപ്പോയി. ഹരേ കൃഷ്ണ പ്രഭു. പക്ഷെ അവര് എന്തായാലും ഭഗവാന്റെ ഒരു അസോസിയേഷൻ കിട്ടിയില്ല അവർക്ക്. ഭഗവാനെ തവളയിൽ കൊണ്ട് നടന്നില്ല. അപ്പൊ അവർക്ക് തീർച്ചയായും ചിലപ്പോ നമ്മളറിയാത്ത ഒരു ഉയർച്ച വന്നിട്ടുണ്ടാവില്ലേ ചിലപ്പോ. കാരണം അതൊരു അല്ലേ ഉണ്ടാവാം. അല്ലെ, എന്താ സംശയം? കാര്യം അവരെ പറ്റി ചൈതന്യ ചരിതാമൃതത്തില് ആദിലീല ചാപ്റ്റർ 14 ടെക്സ്റ്റ് 38 പറയുന്നു.
അതെ അതെ, അതിനർത്ഥം അവരെ എവിടെയോ എത്തിക്കഴിഞ്ഞു, അതെ അല്ലെങ്കിൽ അതെ. ഇതിനകത്ത് വരില്ല. ചൈതന്യ അതെ ഭാഗവതത്തിലും പറയുന്നു രണ്ട് അതെ അതെ, ചൈതന്യ ഭാഗവത്തിൽ അതിലും കൂടുതൽ പറയുന്നു. കള്ളന്മാര് രക്ഷപ്പെട്ടു. മാത്രമല്ല അവര് മധുര പലഹാരങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് വാസ്തവത്തിൽ മധുര പലഹാരങ്ങൾ മേടിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ആ വാസ്തവത്തിൽ നിമായിക്ക് ഓഫറിംഗ് നിവേദ്യം അവർ ചെയ്തു കഴിഞ്ഞു. നിവേദ്യം ചെയ്തു. വെരി ഗുഡ്. ഹരി ഹരി. ഞാനും അതെ പ്രഭു പറഞ്ഞത് തന്നെ ആലോചിച്ചത്. ഭഗവാനെ തോളിലേറ്റി നടത്താനുള്ള ഒരു ഭാഗ്യല്ലേ. ഹരേ കൃഷ്ണ. ഉം. ഭഗവാൻ ഭയങ്കര ഹാപ്പി ആയി എന്ന് പറയുന്നത് വെച്ചാൽ ഒന്ന് കറങ്ങണമെന്ന് നിമായിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ തോളിൽ കയറി ഒരു അവിടെ എന്താ മുഴുവൻ പറയുക, ഓടിയായിരുന്നു. അതെ ഒരു ഇതല്ലേ, എന്താ പറയാ, നമ്മളൊരു രഥയാത്രയൊക്കെ ചെയ്യുന്നത് പോലെ ഭഗവാനെ വെച്ചിട്ടൊരു ഹരേ യാത്ര കൃഷ്ണ. ചെയ്തു. പ്രഭു ഇതേപോലെയല്ലേ തൃണാവർത്തൻ അല്ലെ, ഭഗവാനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ചുറ്റി അതെ അല്ലെ, അതെ അതുപോലെ ആ കാഴ്ച ഒരു കയറിയിരുന്ന ലീലയായിട്ട്. ഹരേ കൃഷ്ണ. എല്ലാവരും ഹരേ കൃഷ്ണ. നമ്മളിത് പണ്ട് നടന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ചിലർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ ഈ നമ്മുടെ കാലഘട്ടത്തില് ഇങ്ങനെ മൃദംഗ ശൈലേശ്വരി എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്. അവിടെ ഇങ്ങനെ നടന്നു എന്ന് നമ്മുടെ ജേക്കബ് അലക്സാണ്ടർ IPS അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ഡേറ്റ് എടുത്തുകൊണ്ട് കള്ളന്മാര് പോകുമ്പോ 3 പ്രാവശ്യം സംഭവിച്ചത്രേ. അവർക്ക് ഇതുപോലെ ദിക്ക് അറിയില്ല, അവര് തിരിച്ച് പിന്നെയും ക്ഷേത്രത്തിനകത്ത് തന്നെ വരും എന്ന്. നമ്മള് അതെ അത് കേട്ടിട്ടുണ്ട് മതജി. ദിക്ക് തെറ്റിപ്പോകുന്നു കള്ളന്മാർക്ക്. നമ്മൾ മറ്റേതൊക്കെ ചിലപ്പോ ഒരു മിത്താണെന്നൊക്കെ പറയില്ലേ. അപ്പൊ ഈ അടുത്തും ഇങ്ങനെ നടന്നതായിട്ട് ഇങ്ങനെ അദ്ദേഹം പോലീസ് ആയതുകൊണ്ട് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ടൈമിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. ജേക്കബ് അലക്സാണ്ടർ പറയുന്നത് മുഴുവൻ വിശ്വസിക്കേണ്ട കേട്ടോ. പല സ്ഥലത്തും അദ്ദേഹം മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാറുണ്ട്. അല്ല നമുക്ക് അദ്ദേഹത്തിന്റെ ബാക്കി കേൾക്കാറില്ല. ഇത് ഇങ്ങനെ ഈ മൃദംഗശൈലേശ്വരി ക്ഷേത്രം 3 പ്രാവശ്യം വിഗ്രഹം കൊള്ളയടിക്കപ്പെട്ടു എന്നും 3 പ്രാവശ്യവും കള്ളന്മാർക്ക് അത് എടുത്തുകൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിമായി തിരിച്ചു കൊണ്ടുവരുന്ന പോലെ തിരിച്ച് അവിടുത്തെ ആ അമ്പലത്തിന്റെ അകത്ത് തന്നെ ദിശ അറിയാതെ അമ്പലത്തിനകത്ത് തന്നെ ഉപേക്ഷിക്കപ്പെടേണ്ടി വരുന്നു എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഹരേ കൃഷ്ണ. എന്തായാലും ജേക്കബ് അലക്സാണ്ടർ പറഞ്ഞത് ശരിയോ അല്ലയോ എന്നുള്ളത് വേറൊരു വിഷയം. ഇവിടെ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് പറഞ്ഞത് തീർച്ചയായിട്ടും 100% ശരിയാണ്. ശരിയാണ്. അല്ല അത് നമ്മൾ ശരിയാ. അങ്ങനൊരു ലീല നടന്ന് ഇതൊരു വളരെ സുന്ദരമായ ഒരു ലീലയാണ്. പിന്നെ അതാണ് ഇവിടെ മറ്റ് ലീലകളിൽ അസുരന്മാരെയൊക്കെ വധിക്കുകയാണ് ചൈതന്യ മഹാകൃഷ്ണൻ. പക്ഷെ ഇവിടെ ഇതുപോലെ വരുന്ന അസുരന്മാര് കള്ളന്മാരുടെ രൂപത്തിലൊക്കെ വരുന്നവരെ വധിക്കുകയല്ല, അവരെ വളരെ സുന്ദരമായിട്ട് അവരിൽ നിന്ന് സേവ സ്വീകരിക്കുകയും ചെയ്യുന്നു, അവർക്ക് കാരുണ്യം കൊടുക്കുന്നു. അങ്ങനെ ഒരു അത്ഭുത ലീലകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. റൈറ്റ്. ഇവിടെ ഒരു ഭഗവാൻ വളരെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നേച്ചർ അല്ലേ ഹരേ കൃഷ്ണ പ്രഭു അല്ലേ. തീർച്ചയായും നമ്മള് ചൈതന്യ മഹാപ്രഭുവായിട്ട് ഇതൊക്കെ വായിക്കുമ്പോ ഒരു നമ്മുടെ മഹാവതാർ നരസിംഹ പോലെ ഒരു 3D അനിമേഷനോടൊക്കെ ഈ ലീലകൾ ശരിക്ക് അവതരിപ്പിക്കുകയാണെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും മനസ്സിൽ കാണുമായിരിക്കും. ശരിക്കും അതെ ശരിയാ. ഭഗവാൻ കൃഷ്ണൻ ശരിക്കും ഒരു കുസൃതി കുട്ടി തന്നെയായിരുന്നു. പക്ഷെ അല്ലെ ചൈതന്യ മഹാപ്രഭു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയല്ലായിരുന്നു. അല്ല, അത്യാവശ്യം വികൃതിയായിരുന്നല്ലോ, അതും പറയുന്നുണ്ട്. അടുത്ത ശ്ലോകം വായിക്കാം, ആരാന്ന് വെച്ചാല്. ഒരെണ്ണം കൂടി വായിക്കാല്ലേ പ്രഭു? 43. വായിച്ചോട്ടോ. ഹരേ കൃഷ്ണ. വായിച്ചോട്ടോ. ആരെങ്കിലും വായിക്കാം. വ്യാധിച്ഛലേ ജഗദീശ ഹിരണ്യ സദനെ വിഷ്ണു നൈവേദ്യ ഖായില ഏകാദശി ദിനേ. വിവർത്തനം. സ്വാമി ശിലപ്രഭാത്. ജയ ശിലപ്രഭാത്. ഒരു ഏകാദശി നാളിൽ മഹാപ്രഭു രോഗബാധിതനാണെന്ന നാട്യത്തിൽ ഹിരണ്യന്റെയും ജഗദീശന്റെയും ഗൃഹത്തിൽ നിന്ന് കുറച്ച് ഭക്ഷണം ആവശ്യപ്പെട്ടു. ഭാവാർത്ഥം സ്വാമി ശിലപ്രഭാത്. ജയ ശിലപ്രഭാത്. ഏകാദശി ദിവസം മഹാപ്രഭു ഹിരണ്യന്റെയും ജഗദീശന്റെയും ഭവനത്തിൽ നിന്ന് വിഷ്ണു പ്രസാദം സ്വീകരിച്ചതിനെ കുറിച്ച് ചൈതന്യ ഭാഗവതം ആദി ഖണ്ഡത്തിലെ 6-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഏകാദശി നാളിൽ ഭഗവാൻ വിഷ്ണുവിന് പതിവ് പോലെ ഭക്ഷണം സമർപ്പിക്കപ്പെടുന്നു. ഏകാദശി ദിവസം ഭക്തന്മാർ ഉപവസിക്കണമെന്ന് ശുപാർശയുണ്ടെങ്കിലും വിഷ്ണുവിന് ഉപവാസം ശുപാർശ ചെയ്തിട്ടില്ല.
ഒരിക്കൽ ഏകാദശി ദിവസം ജഗദീശന്റെയും ഹിരണ്യ പണ്ഡിതന്റെയും ഭവനത്തിൽ വിഷ്ണു ഭഗവാന് വിശേഷാൽ പ്രസാദം തയ്യാറാക്കിയിരുന്നു. തനിക്ക് സുഖമില്ലാത്തതിനാൽ അവിടെ പോയി പ്രസാദം ചോദിക്കാൻ മഹാപ്രഭു തന്റെ പിതാവിനോട് ആവശ്യപ്പെട്ടു. മിശ്രയുടെ ഭവനത്തിൽ നിന്ന് 2 മൈലോളം ദൂരെയായിരുന്നു ജഗദീശന്റെയും ഹിരണ്യ പണ്ഡിതന്റെയും ഭവനം. അതിനാൽ ജഗന്നാഥ മിശ്ര പ്രസാദം ആവശ്യപ്പെട്ടു വന്നപ്പോൾ ജഗദീശനും ഹിരണ്യനും അല്പം അവിടെ ഒരു ജഗദീശനും ഹിരണ്യനും അല്പം ആശ്ചര്യപ്പെട്ടു. വിഷ്ണുവിന് വേണ്ടി പ്രത്യേകമായി പ്രസാദം തയ്യാറാക്കിയത് മനസ്സിലാക്കാൻ ആ കുട്ടിക്ക് എങ്ങനെ കഴിഞ്ഞു? നിമായിക്ക് പ്രകൃതി അതീതമായ നിഗൂഢ ശക്തിയുണ്ടെന്ന് അവർ തൽക്ഷണം നിർണയിച്ചു. ഇല്ലാത്ത പക്ഷം തങ്ങൾ വിഷ്ണുവിന് വേണ്ടി വിശേഷാൽ പ്രസാദം തയ്യാറാക്കിയത് ആ ബാലൻ എങ്ങനെ മനസ്സിലാക്കി? അവർ നിമായിക്ക് വേണ്ടി പിതാവിന്റെ കൈവശം കൊടുത്തയച്ചു. നിമായിക്ക് അസുഖം അനുഭവപ്പെട്ടിരുന്നെങ്കിലും വിഷ്ണുപ്രസാദം കഴിച്ചതോടെ അവിടുന്ന് പെട്ടെന്ന് സുഖം പ്രാപിച്ചു. അവൻ തന്റെ കളിക്കൂട്ടുകാർക്കും പ്രസാദം വിതരണം ചെയ്തു. ഓം തത്സദിതി ഹരി ഓം തത്സത് ഹരി കൃഷ്ണ. ഹരി ഹരി. എല്ലാം ബ്യൂട്ടിഫുൾ പാസ് ടൈംസ് ആണ്. ശരിക്ക് മനസ്സ് ഈ ലീലകളിൽ എപ്പോഴും വ്യാപരിച്ചിരിക്കണം. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ ചെയ്യണം. ഇത് തെറ്റും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ജഗദാസൻ അല്ല ജഗദീശൻ. അതുപോലെ ഈ ഭാവാർത്ഥത്തിലും പിന്നെ ഇതിന് മുൻപുള്ള 37ന്റെ ഭാവാർത്ഥത്തിലും ഒരു 10-15 സ്ഥലത്ത് ഞാൻ ഭക്ഷണം മാറ്റി ആഹാരം, നിവേദ്യം, ഭോജനം എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. ഭക്ഷണം ഇട്ടിട്ടുണ്ട് 37 മുഴുവൻ. അപ്പൊ അതിനൊക്കെ മാറ്റിയിട്ടുണ്ട്. വേറൊന്നുമില്ല. നമുക്ക് അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാം. ജഗദീശനുള്ളതിന്റെ എന്താക്കണ്ടേ പ്രഭു? അല്ല, ജഗദീശനാണ് കറക്റ്റ്. ഒരു സ്ഥലത്ത് ജഗദാസൻ എന്ന് പറഞ്ഞു ഒരു ഭാഗം. പക്ഷെ ഈ ശ്ലോകത്തിൽ കൃത്യമായി പ്രസാദം എന്ന് പറയുന്നുണ്ട് അല്ലെ? മറ്റിടത്തൊക്കെ ഭക്ഷണം എന്ന് പറഞ്ഞാലും. ഹരേ കൃഷ്ണ. ഇതിലും പറയുന്നുണ്ട്. ഇതില് ആദ്യത്തെ ലൈൻ നോക്കിയാല്, രണ്ടാമത്തെ ലൈൻ, ഏകാദശി നാളിൽ ഭഗവാൻ വിഷ്ണുവിന് പതിവ് പോലെ ഭക്ഷണം സമർപ്പിക്കപ്പെടുന്നു, നിവേദ്യം സമർപ്പിക്കപ്പെടുന്നു എന്നാക്കി. ഓക്കെ, പിന്നെ തിങ്കളാഴ്ച. ഹരിബോൾ. കൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യേവ ച अनंत कोटि वैष्णव भक्तवृंद की जय, श्रील प्रभुपाद की जय, गुरुदेव की जय, और प्रेमानंदे। हरि हरि।